ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രിയ. നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ IEO എക്സാമിന്റെ മാത്തമെറ്റിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ആണ്. എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു, അതുപോലെ തന്നെ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു അനലൈസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത് തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സെയിം സിലബസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഓരോ ടോപ്പിക്കിൽ നിന്ന് പറഞ്ഞിട്ടുള്ള അതേ കൃത്യമായിട്ടുള്ള മാർക്കിനാണ് ഈ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എത്രത്തോളം ബുദ്ധിമുട്ടാണ്, എങ്ങനെയായിരുന്നു അത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് പറ്റിയിട്ടുള്ള ഫാൾട്ട്. നമുക്കറിയാം, ഇതൊരു ലാസ്റ്റ് എക്സാം അല്ല. ഓക്കെ, ഇതേ സിലബസ് പ്രകാരം ഇതേ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതേ സിലബസിലെ പല ടോപ്പിക്കും വീണ്ടും എക്സാമിന് വരുന്നുണ്ട്. Therefore, ഇപ്പൊ വന്നിട്ടുള്ള ഫാൾട്ടുകൾ, നമ്മൾ എക്സാം എഴുതിയിട്ടുള്ള ചെറിയ ഫാൾട്ടുകൾ, ദാറ്റ് ഈസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കറക്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരു എക്സാം കഴിഞ്ഞാൽ അതിലെ ഫാൾട്ട് നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾ ശരിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം, ഫസ്റ്റ് മൊഡ്യൂൾ ലീനിയർ ആൾജിബ്ര ആയിരുന്നു. 8 മാർക്കിനായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരേണ്ടത്. 3 മാർക്കും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് മെട്രിക്സ്, മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ്, ടൈപ്സ് ഓഫ് മെട്രിക്സ്, അതിന്റെ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എത്ര സൊല്യൂഷൻ ഉണ്ടായിരിക്കും, എപ്പോഴാണ് ഇൻഫനൈറ്റ് ആയിട്ട് അതുപോലെ തന്നെ യൂണീക്ക് സൊല്യൂഷന് അല്ലെങ്കിൽ നോ സൊല്യൂഷൻ വരുന്നത്, അതിന്റെ കണ്ടീഷൻസും റാങ്കും എക്കലോൺ ഫോമും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ വളരെ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്, എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻസ്, ഐഗൻ വാല്യൂസും ഡിറ്റർമിനന്റും ട്രേസും, ഇതെല്ലാം നമ്മൾ പല ക്വസ്റ്റ്യൻസും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടായിരുന്നു നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്ത്. എന്നാലും നമുക്കറിയാം, എക്സാമിന്റെ ടൈമിൽ നമ്മൾ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന മെത്തേഡും ഒരു പക്ഷേ തെറ്റാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം, പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഏതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിച്ചത് അതേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ഓപ്ഷനും നോക്കണം, എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എന്താണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്, ആ ഓപ്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, കാരണം ആൾറെഡി പറയാം, ദാറ്റ് ഈസ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അത് സിംഗുലർ ആണ്, ഐഗൻ വാല്യൂസ് അറ്റ്ലീസ്റ്റ് ഒരു ഐഗൻ വാല്യൂസ് 0 ആയിരിക്കും. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എത്രത്തോളം ബുദ്ധിമുട്ടാണ്, എത്രത്തോളം ഡയറക്റ്റ് ആയിട്ടാണോ ഇൻഡയറക്റ്റ് ആയിട്ടാണോ ഈസി ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഈസ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്കറിയാം വളരെ ലെങ്തി ആയിട്ടുള്ള ദാറ്റ് ഈസ് 12 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. 3 മാർക്കിന് ആൾറെഡി നമുക്കറിയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം ആൾറെഡി സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ പാർട്ടിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന്. നമ്മൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്നാലും നമ്മൾ വന്നിട്ടുള്ള നമ്മൾ ഒരു ടോപ്പിക് പ്രകാരം നമ്മുടെ സിലബസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത്രയും ഡീപ്പായിട്ട് ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് എന്ന രീതിയിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ കൺഫ്യൂഷൻ ആണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് 3ാമത്തെ മൊഡ്യൂൾ ഇതായിരുന്നു അല്ലെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് വന്നിട്ടുള്ള ഫാൾട്ട്. ദാറ്റ് ഈസ് നമ്മൾ ചെയ്തതാണോ, നമ്മൾ ചിന്തിച്ചതാണോ, നമ്മൾ എടുത്തിട്ടുള്ള മെത്തേഡാണോ, ദാറ്റ് ഈസ് അത് നമുക്ക് മനസ്സിലാക്കണം. നെക്സ്റ്റ് എക്സാമിന് ഈ ഒരു പാർട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ ദാറ്റ് ഈസ് ഓരോ ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 ടോപ്പിക്കാണ്. നമുക്ക് ടോപ്പിക്കിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഓർഡർ, എന്താണ് ഡിഗ്രി. ഇതായിരുന്നു നമ്മൾ ഒരു ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ,
അഥവാ നോൺ ലീനിയർ അതുപോലെ തന്നെ ലീനിയർ ഹോമോജീനസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ വളരെ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാമ്പിൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. നമ്മൾ ലൈവ് ക്ലാസ്സിന് വേണ്ടി റിപ്പീറ്റ് ചെയ്താണ് ഓരോ എക്സാമ്പിൾസും. എന്താണ് ഓയിലർ കോഷി ഫോമും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക, അതിലെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതും സിമ്പിൾ ആയിട്ടുള്ള അഥവാ 4 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അഥവാ കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട രീതിയിൽ വരില്ല. നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മെത്തേഡും അതുപോലെ തന്നെ ഈ ഓരോ ടോപ്പിക്കും നമുക്ക് അത്രയും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തിയറി പാർട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ തിയറിയിൽ നിന്ന് ചോദിക്കാം എന്ന രീതിയിൽ വീണ്ടും നമ്മൾ തിയറിയും ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഇതിൽ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട തിയറി എന്തൊക്കെയാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബേസ് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീനിയർ ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ലീനിയർ ഓൾജിബ്രയിലെ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ പേപ്പർ എ പ്രകാരമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഓപ്ഷനും ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ദാറ്റ് ഈസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റോറി എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു 3 സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ XYZ ഉപയോഗത്തിന് പകരം എന്താണ് I1 I2 I3 ആണ്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നേരെ നമുക്ക് അറിയുന്ന ഭാഷയിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് I1 I2 I3 എന്ന് പകരം നമുക്ക് ദാറ്റ് ഈസ് XYZ എടുക്കാം. ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? I1 I3 എന്താണ് എന്നാണ് അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ എക്സും അതുപോലെ തന്നെ സെഡും എന്താണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഞാൻ നേരെ ഏതിലേക്ക് മാറ്റാം? XYZ മാറ്റാം. എന്നിട്ട് നമുക്ക് എക്സും സെഡും നമുക്ക് നോക്കിയാൽ മതി അല്ലെ. ദാറ്റ് ഈസ് എത്ര ടൈം വേണം? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഒരുപക്ഷെ 2-3 മിനിറ്റ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെത്തേഡ് അറിയാമെങ്കിലും എന്തെങ്കിലും കുറുക്കു വഴിയുണ്ടോ ഇത് സോൾവ് ചെയ്യാൻ? നമുക്ക് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിഡൻ ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് I1 I2 I3 പകരം XYZ എന്ന് കൊടുക്കാൻ പോവാണ്, ഒന്നും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് 3x നെക്സ്റ്റ് പ്ലസ് 3y പ്ലസ് നെക്സ്റ്റ് 2z = 1 അല്ലെ. I1 I2 I3 ഞാൻ റീപ്ലേസ് ചെയ്തു. രണ്ടാമത്തേത് ദാറ്റ് ഈസ് x പ്ലസ് 2y പ്ലസ് 0z = 4. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തേത് ദാറ്റ് ഈസ് 0x പ്ലസ് 10y പ്ലസ് 3z = -2 അല്ലെ. ഒന്നുമില്ല, ചെറിയ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ എക്സും വൈ സെഡിന് പകരം I1 I2 I3 എടുത്തു കഴിഞ്ഞാൽ വാല്യൂസ് എപ്പോഴും സെയിം ആയിരിക്കും, വ്യത്യാസം വരില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ I1 I3 ആണ്, അഥവാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും സെഡും ആണ് അല്ലെ. ആൾറെഡി നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എക്സും വൈയും സെഡും തന്നിട്ടെങ്കിലോ ഇവിടെ എക്സും വൈയും സെഡിന്റെയും വാല്യൂ ഓപ്ഷൻ ഇവിടെ 2 വാല്യൂ ആണ് അല്ലെ. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എക്സും സെഡും മാത്രമേ ഉള്ളൂ. എക്സും വൈയും സെഡും വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്? ഈ സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് സോൾവ് ചെയ്ത് പോവോ? ഇല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ ഇട്ട് നോക്കിയാൽ മതി. ഓരോ ഇക്വേഷനും നമ്മൾ തന്നിട്ടുള്ളത് നോക്കുക, ഇട്ട് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇവിടെ നമുക്ക് വൈ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വൈ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ പോകണം. കാരണം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഇതിന് നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെ. എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനെ ഒരു 5 കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി അല്ലെ. 5 കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 5x പ്ലസ് 10y നെക്സ്റ്റ് = 20 അല്ലെ. ഞാൻ ഇവിടെ 0z എന്ന് കൂടി എഴുതാൻ പോവാം. ഓക്കെ, ദാറ്റ് ഈസ് 0z = 20 എന്ന് കിട്ടും അല്ലെ. 5 കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതാം. 0x പ്ലസ് 10y പ്ലസ് 3z = -2 അല്ലെ. രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5x പ്ലസ് 0y നെക്സ്റ്റ് മൈനസ് 3z = 22.
എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ് ഈസ് 5x മൈനസ് 3z ഈക്വൽ ടു 22 അല്ലേ? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് നോക്കിയാൽ മതി. നമ്മൾ കംപ്ലീറ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല അല്ലേ? ദാറ്റ് ഈസ് ഏതാണ്? നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 into 2 minus 4 into that is 3 into 3 into minus 4 equal to 22 കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, therefore നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 നെക്സ്റ്റ് പ്ലസ് 12 that is 22. ഇത് എത്ര ടൈം വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇനി ഈ ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര ടൈം വേണം? ഓക്കെ, അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് പോലെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? എന്തെങ്കിലും കുറുക്കു വഴി ഉണ്ടോ ചെക്ക് ചെയ്യണം. അത് ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. therefore ഇവിടെ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ദാറ്റ് ഈസ് 2 and -4. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിരുന്നു അല്ലെ? നമുക്ക് ഇതിനെ ഒരു ഈസി അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ഈസി തന്നെ പറയാം. കാരണം എത്ര ടൈം വേണം? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ 1 മിനിറ്റും അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാൻ 1 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസിയാണ്. ഇനി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൺ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഞാൻ വീണ്ടും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വീണ്ടും റീറേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ ടു മ്യൂ ആൻഡ് നെക്സ്റ്റ് എക്സ് പ്ലസ് 5y പ്ലസ് നെക്സ്റ്റ് 9z ഈക്വൽ ടു മ്യൂ സ്ക്വയർ. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. വൺ ഓഫ് ദി സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, താഴെ തന്നിട്ടുള്ളതിൽ സൊല്യൂഷൻ ഏതാണ് എന്നാണ്. ഈ മ്യൂ നമുക്ക് തന്നിട്ടില്ല, മ്യൂ എന്തും ആവാം അല്ലെ? മ്യൂ ഏത് വാല്യൂ വരാം. ഓക്കെ, പക്ഷേ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഏതാണ് എന്നാണ്. നമുക്ക് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതാണ്, ഇത് സൊല്യൂഷൻ ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? അഥവാ എക്സും വൈയും സെഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം അല്ലെ? 1 കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് ഒന്നാമത്തെയും അതുപോലെ തന്നെ രണ്ടാമത്തെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. മൂന്നാമത്തെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്നില്ല അല്ലെ? -1. therefore ഇത് ഒരിക്കലും സൊല്യൂഷൻ അല്ല. നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാം അല്ലെ? ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. നൺ ഓഫ് ദീസ് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷന് ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒന്നാമത്തെ ഈ ഒരു വാല്യൂ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് നെക്സ്റ്റ് 2 into 2 into 2 നെക്സ്റ്റ് പ്ലസ് 3 into -2 ഈക്വൽ ടു മ്യൂ സ്ക്വയർ. ഓക്കെ, സോറി മ്യൂ ആണ് അല്ലെ? മ്യൂ. എന്താണ് ഇത് കിട്ടുന്നത്? ദാറ്റ് ഈസ് 1 പ്ലസ് 4 minus 6 ഈക്വൽ ടു മ്യൂ അല്ലെ? നെക്സ്റ്റ് ദാറ്റ് ഈസ് 1 പ്ലസ് 4 ദാറ്റ് ഈസ് 5 ദാറ്റ് ഈസ് -1 അല്ലെ? ദാറ്റ് ഈസ് മ്യൂ ഈക്വൽ ടു -1. മ്യൂ ഈക്വൽ ടു -1 നമുക്ക് കിട്ടി അല്ലെ? മ്യൂയുടെ വാല്യൂ കിട്ടി. ഇത് എന്തായിരിക്കണം? മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ ഇത് ശരിയാവുള്ളൂ. ഇപ്പൊ നമുക്ക് മ്യൂ ഈക്വൽ ടു -1 കിട്ടിയല്ലോ. അതുകൊണ്ട് ഞാൻ ഈ മ്യൂയുടെ സ്ഥാനത്ത് ഞാൻ -1² 1 ആണ് അല്ലെ? ഇവിടെ തൊട്ട് മുന്നത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് 1 പ്ലസ് നെക്സ്റ്റ് 5 into 2 നെക്സ്റ്റ് 9 into -2. ഇത് 1 കിട്ടുന്നുണ്ടോ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലെ? ദാറ്റ് ഈസ് 1 പ്ലസ് 10 നെക്സ്റ്റ് -18. ഇത് 1 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. 1 ആണോ? നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയാൽ മനസ്സിലാവും ഇത് 1 അല്ല. അതുകൊണ്ട് ഇതൊരിക്കലും സൊല്യൂഷൻ അല്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും, മ്യൂ തരാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വൺ ഓഫ് ദി സൊല്യൂഷൻ.
ഇതിൽ താഴെ തന്നിട്ടുള്ള ഏതാണ് ഒരു സൊല്യൂഷൻ എന്നാണ്, യുണീക്ക് സൊല്യൂഷൻ എന്നാണല്ല ചോദിച്ചത് അല്ലേ. അപ്പൊ രണ്ടാമത്തെയും ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഓപ്ഷന് വീണ്ടും സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore എന്താണ്, that is 1 next plus 2 into -1 plus 3 into 2 equal to എന്താ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നത് that is 1 minus 2 plus 6, okay, that equal to 4 minus 4 minus that is 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി, 5 മ്യൂയുടെ വാല്യൂ 5 എന്ന് കിട്ടി അല്ലെ. 1 മൈനസ് ദാറ്റ് ഈസ് മൈനസ് 4 plus 1 that is 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലെ. മ്യൂയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ, 5 ആണ്. ഇപ്പൊ 25 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലെ. നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 നെക്സ്റ്റ് പ്ലസ് മൈനസ് 5 into -2 plus 2 into 2 into 2 അല്ല 9 അല്ലെ, 9 into 2. ഓക്കെ, 25 കിട്ടുന്ന ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 plus 10 നെക്സ്റ്റ് പ്ലസ് 18 that equal to, ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് 1 into 1 plus നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ 2 into y ആണ് അല്ലേ. that is y equal to ഇവിടെ -2 ആണ്. ഓക്കെ, -2 that equal to നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, that is 1 plus -1 minus 4 plus 6 ആണ് അല്ലേ. that equal to നമുക്ക് കിട്ടുന്നത് 3 എന്നാണ് അല്ലേ. that is 3 square, ഇവിടെ 9 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ, 9 ആണ്. ഓക്കെ, therefore നമുക്ക് സെക്കൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, that is x, that is 1 plus 5 into -2 plus next 9 into z അല്ലെ, 9 into z എത്രയാണ്, that is 2. that equal to നമുക്ക് കിട്ടുന്നത് എന്താ, that is 1 plus, ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാം, 1 minus 10 plus next 80 അല്ലെ. that equal to നമുക്ക് കിട്ടുന്നത് എത്രയാണ്, നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അല്ലെ, എത്രയാണ്, that is 10 9 19 minus 10 that equal to 9 അല്ലെ. 9 ആണ് നമുക്ക് കിട്ടേണ്ടത്. therefore ഇത് സൊല്യൂഷൻ ആണ് അല്ലെ, ഇത് സൊല്യൂഷൻ ആണ്. ഇതിന് എത്ര ടൈം വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മ്യൂയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലെ. therefore ഓപ്ഷൻ ഏതാണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ദാറ്റ് ഈസ് ബി ആണ് അല്ലെ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എത്ര ടൈം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് മാക്സിമം 2 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെ. മാക്സിമം 2 മിനിറ്റ്. എന്ത് വേണം, ഈ ഐഡിയ നമ്മുടെ പെട്ടെന്ന് നമുക്ക് കിട്ടണം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിലും ഒരുപാട് ലൈവ് ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ട് അല്ലെ. ഒരുപാട് ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി അതേപോലെ ഇത് വീണ്ടും നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിലും എക്സാമിന്റെ തലേ ദിവസം നമ്മുടെ യൂട്യൂബിലും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് റാങ്ക്. ഒരു മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ, എന്താണ് അതിന്റെ സിമ്പിൾ ടെക്നിക്ക്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഗിവൺ ബൈ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ദാറ്റ് ഈസ് സിസ്റ്റം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം അല്ലെ. 3x plus y plus z equal to 8. നെക്സ്റ്റ് അതേപോലെ തന്നെ 2x നെക്സ്റ്റ് -3y minus 2z equal to -5. അതുപോലെ തന്നെ 7x plus 2y minus 5z equal to 0. ഇതിന്റെ റാങ്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻ ഈ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു മെട്രിക്സിന്റെ റാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഡിറ്റർമിനന്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 3x3 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ റാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ
ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണോ അല്ലേ. 0 അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും അത് മാക്സിമം റാങ്ക് ആണ് അല്ലെ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട്, ഞാൻ വീണ്ടും പറഞ്ഞു, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബാണ്, പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, റിസൾട്ട് ആണ് ഇത്. അപ്പൊ ഇതിന്റെ റാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇതിന്റെ ഡിറ്റർമിനന്റ് ചെയ്തേ പറ്റൂ. എന്താണ് ഡിറ്റർമിനന്റ്? ദാറ്റ് ഈസ് 3. കാരണം വീണ്ടും മറ്റൊരു റിസൾട്ട് നമുക്ക് ഓഗ്മെന്റ് മെട്രിക്സ് AB എന്ന ഓഗ്മെന്റ് മെട്രിക്സ് എഴുതി. A എന്ന മെട്രിക്സിന്റെ റാങ്ക് ഫുൾ റാങ്ക് ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മെട്രിക്സിന്റെ റാങ്ക് ഫുൾ റാങ്ക്, ദാറ്റ് ഈസ് മാക്സിമം റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരുപാട് റോ ചേർത്ത് എഴുതി കഴിഞ്ഞാലും കോളം ചേർത്ത് എഴുതി കഴിഞ്ഞാലോ വ്യത്യാസം വരില്ല അല്ലെ. കോളം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും മാക്സിമം റാങ്കിന്റെ മുകളിൽ വരില്ല. റോ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ മാക്സിമം റാങ്ക് എപ്പോഴും വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ യുണീക്ക് സൊല്യൂഷൻ ആണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്യാം. കാരണം ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ എപ്പോഴും യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അവിടെ നമുക്ക് വേറെ കൺസെപ്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ റിപ്പീറ്റ്, ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു റിസൾട്ടാണ് ഇത്. ഓക്കെ, ഇവിടെ നമുക്ക് റാങ്ക് ചെക്ക് ചെയ്യാം. 3 1 Z in 1, നെക്സ്റ്റ് 2 -3 -2 7 2 -5. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എത്ര ടൈം വേണം നമുക്ക് അല്ലെ? മാക്സിമം 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഇതിന്റെ ഡിറ്റർമിനന്റ് അല്ലെ? നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്ത് ചെയ്യും, ഫസ്റ്റ് 2 റോ വീണ്ടും 2 കോളം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 3 2 7 1 -3 2 അല്ലെ. എന്നിട്ട് ഇത് നമ്മൾ ഇൻറ്റു ചെയ്യും. ഇൻറ്റു ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അല്ലെ. ദാറ്റ് ഈസ് 45 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്ലസ് അടുത്ത് ഇത് രണ്ടും ഇൻറ്റു ചെയ്യും. ഇതെല്ലാം ഇൻറ്റു ചെയ്യും. ദാറ്റ് ഈസ് -4 -14 നെക്സ്റ്റ് ഇതെല്ലാം ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്തു. ദാറ്റ് ഈസ് 4 മൈനസ് നെക്സ്റ്റ് ദാറ്റ് ഈസ് 27. നെക്സ്റ്റ് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് എന്താണ്, തെറ്റാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഒരു പ്രത്യേക മറ്റേത് റോ കോളൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യും, നമുക്ക് അറിയാതെ തെറ്റിപ്പോകും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഒരു പക്ഷേ ഇത്തിരി ലെങ്തി ആയിരിക്കും, പക്ഷെ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നെക്സ്റ്റ് 27. നെക്സ്റ്റ് ഇവിടെ ദാറ്റ് ഈസ് 3 × 4 ദാറ്റ് ഈസ് മൈനസ്, ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് 27. നെക്സ്റ്റ് നെഗറ്റീവ് ദാറ്റ് ഈസ് 12. നെക്സ്റ്റ് നെഗറ്റീവ് 10 അല്ലേ. സി നമുക്ക് എന്താ വേണ്ടത്, 0 ആണോ അല്ലേ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലെ. എന്താ ഫസ്റ്റ് ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 35 മൈനസ് നെക്സ്റ്റ് ബാക്കി നെഗറ്റീവ് അല്ലെ, -43. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലെ. നമുക്ക് എത്ര ടൈം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? ദാറ്റ് ഈസ് ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന്റെ റാങ്ക് ഫുൾ റാങ്ക് ആയിരിക്കും അല്ലെ. കാരണം 3/3 മെട്രിക്സ് ആണ്. therefore റാങ്ക് 3 ആയിരിക്കും അല്ലെ. നമുക്ക് എത്ര വേണം, എത്ര ടൈം വേണം? മാക്സിമം 1-2 മാക്സിമം ടൈം മതി. നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡപ്പ് ആവുള്ളൂ. മാത്തമാറ്റിക്സിന്റെ ഒരു പ്രശ്നം പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. ഓക്കെ, അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ. ഞാൻ വീണ്ടും പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഒരു മെട്രിക്സ് അതിന്റെ ഓർഡർ 5 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്തായാലും മാക്സിമം റാങ്ക് വരില്ല അല്ലെ. പ്രോപ്പർട്ടിയിൽ നമ്മൾ എഴുതിയിട്ടുള്ള റിസൾട്ട് ആണ് അത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും വീണ്ടും ഞാൻ അപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഒരു മെട്രിക്സ് 5/5 മെട്രിക്സോ 4/4 മെട്രിക്സോ 3/3 മെട്രിക്സോ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴെങ്കിലും 0 ആണെങ്കിൽ അതിന് മാക്സിമം റാങ്ക് വരില്ല. റാങ്ക് എന്തായിരിക്കും? അതിനേക്കാൾ ചെറുതായിരിക്കും. എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? A is the matrix of order 5. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും <5 ആയിരിക്കും. ഒരിക്കലും 5 വരില്ല, 5നേക്കാൾ ചെറുതായിരിക്കും അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ദാറ്റ് ഈസ് ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ അല്ലെ. ദാറ്റ് ഈസ് ഇത് വെരി ഈസി എന്നേ പറയാൻ പറ്റുള്ളൂ. വെരി ഈസി. നമുക്ക് 1 സെക്കൻഡ് മതി ഇത് ആൻസർ കണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കേണ്ട ടൈം അതുപോലെ തന്നെ ആൻസർ നോക്കേണ്ട ടൈം മതി. കാരണം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ടൈം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മറ്റൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൻ വാല്യൂസ്, അതുപോലെ തന്നെ മെട്രിക്സിന്റെ ട്രേസ്, ഡിറ്റർമിൻ, ഇതിന്റെ കണക്ഷൻ. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്.
ദാറ്റ് ഈസ് ഒരു മെട്രിക്സ് 2x2 മെട്രിക്സ് ആണ്. അതിന്റെ ട്രേസ് അഥവാ ഐഗൻ വാല്യൂസിന്റെ സമ്മാണ് എന്ത് ട്രേസ് അല്ലെ. ദാറ്റ് ഈസ് λ1 പ്ലസ് λ2 നമുക്ക് തന്നിട്ടുണ്ട്. ട്രേസ് നമുക്ക് തന്നിട്ടുണ്ട് 7 -7. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് λ1 ഇൻറ്റു λ2 പ്രൊഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂസ് ആണ് ഡിറ്റർമിനന്റ്. അത് ഈക്വൽ ടു 6 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ട്രേസ് ഓഫ് എ സ്ക്വയർ എന്ന മെട്രിക്സിന്റെ ട്രേസ് എന്താണ് എന്നാണ് അല്ലെ. ട്രേസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. പ്രോപ്പർട്ടീസ് നമ്മൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ട്രേസ് ഐഗൻ വാല്യൂസിന്റെ സമ്മിന് ഈക്വൽ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ എയുടെ ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് എയുടെ ഐഗൻ വാല്യൂസ്? λi ആണെങ്കിൽ എന്താണ് എ സ്ക്വയർ എന്ന ഐഗൻ വാല്യൂസ്? എ സ്ക്വയർ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് λi² ആണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടി ആണ്. therefore നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ λ1 λ2 കിട്ടും. λ1 λ2 എന്താണ്? എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ആണ്. അതിന്റെ ജസ്റ്റ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനും വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? λ2 എന്താണ്? 6 / λ1 അല്ലെ. അത് ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ λ1 പ്ലസ് 6 / λ1 ഈക്വൽ ടു -7 അല്ലെ. ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കുറെ പ്രശ്നം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തതാണ്. എക്സാമിന് വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് മറന്നു പോവും, കൺസെപ്റ്റ് മറന്നു പോവും. അത് നമ്മൾ നെക്സ്റ്റ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് λ1² പ്ലസ് 6 ഈക്വൽ ടു -7 λ അല്ലെ. ദാറ്റ് ഈസ് λ² λ1. ഓക്കെ, ദാറ്റ് ഈസ് λ1² പ്ലസ് 7 λ1 പ്ലസ് 6 ഈക്വൽ ടു 0. എത്രയാണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് നമ്പറിന്റെ സം എന്തായിരിക്കണം? 7 ആയിരിക്കണം. പ്രൊഡക്റ്റ് എന്തായിരിക്കണം? ദാറ്റ് ഈസ് 6 ആയിരിക്കണം. ഏതാണ് ആ രണ്ട് നമ്പർ? 1ഉം 6ഉം അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം. λ1 പ്ലസ് 1 നെക്സ്റ്റ് λ1 പ്ലസ് 6 ഈക്വൽ ടു അല്ലെ. സമ്മ് 7 ആണ് അല്ലെ. സമ്മിന് 7 ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് 6 ആണ്. ഓക്കെ, therefore ഐഗൻ വാല്യൂസ് എന്താ? λ1 ഈക്വൽ ടു -1 λ2 ഈക്വൽ ടു 6. അപ്പൊ എയുടെ ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടി അല്ലെ. എയുടെ ഐഗൻ വാല്യൂസ് കിട്ടി. അങ്ങനെ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. അഥവാ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 1² 1 പ്ലസ് 6² ദാറ്റ് ഈസ് 36. ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കാരണം എന്താ? എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എന്താ? λ² ആണ്. ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സം ചെയ്ത് കഴിഞ്ഞാൽ ട്രേസ് ആയി അല്ലേ. ദാറ്റ് ഈസ് 1 പ്ലസ് 36 ദാറ്റ് ഈസ് 37 എന്ന് കിട്ടും അല്ലേ. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്വസ്റ്റിന്. അതായത് നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഒരു ജനറൽ ആയിട്ട് മോഡറേറ്റ് ലെവലായിട്ട് പോയിട്ടില്ല അല്ലെ. നമുക്ക് അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലാർജസ്റ്റ് ഐഗൻ വാല്യൂ ഒരു മെട്രിക്സ് കിട്ടി. നമുക്ക് ഒരു 2x2 മെട്രിക്സ് കിട്ടി. അതിന്റെ ലാർജസ്റ്റ് ഐഗൻ വാല്യൂസോ അല്ലെങ്കിൽ സ്മോളസ്റ്റോ ഐഗൻ വാല്യൂസോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. കാരണം 2x2 മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2x2 ആണെങ്കിലും 3x3 ആണെങ്കിലും നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് എന്താണ്? λ1² അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ² മൈനസ് ട്രേസ് നെക്സ്റ്റ് പ്ലസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ട്രേസ് ഇൻറ്റു λ അല്ലേ. ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷെ തെറ്റിച്ചവർക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്നവർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് λ². എന്താണ് ഇതിന്റെ ട്രേസ്? ദാറ്റ് ഈസ് സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ദാറ്റ് ഈസ് 5 λ. എന്താണ് ഡിറ്റർമിനന്റ്? 2x2 മെട്രിക്സ് ആണ് അല്ലെ. ദാറ്റ് ഈസ് 4 മൈനസ് 10 അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് -6 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് സോറി ഇവിടെ പ്ലസ് ആണ് അല്ലെ. നെക്സ്റ്റ് ദാറ്റ് ഈസ് λ² മൈനസ് 5 λ മൈനസ് 6 ഈക്വൽ ടു 0. വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്? ദാറ്റ് ഈസ് സം എന്തായിരിക്കണം? ദാറ്റ് ഈസ് -5 ആയിരിക്കണം.
അതുപോലെ തന്നെ 6 പ്രൊഡക്റ്റ് എന്തായിരിക്കണം -6 ആയിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് λ+1 ഇൻറ്റു നെക്സ്റ്റ് ലാംഡ മൈനസ് ലാംഡ മൈനസ് സമ്മ് ദാറ്റ് ഈസ് ലാംഡ -1 ഇൻറ്റു ലാംഡ -6 എഴുതാൻ അല്ലേ. സോൾവ് ചെയ്യാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. therefore ലാംഡയുടെ വാല്യൂ എന്താ, ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 6. സോറി പ്ലസ് ആൻഡ് നെഗറ്റീവ് അല്ലേ, ശരിയാണ്. therefore ഹൈയസ്റ്റ് ഐഗൻ വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടറാണ് ചോദ്യം. therefore നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാം അല്ലേ, ഇത് രണ്ടും ഒഴിവാക്കാം. നെക്സ്റ്റ് ഏതാണ് ഇതില്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഗൻ വാല്യൂ, ഇതിന് കറസ്പോണ്ടിലെ ഐഗൻ വെക്ടർ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഐഗൻ വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഡയറക്റ്റ് ആയിട്ട് 1 - 6 -2 -5 4 -6 അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. x2 is equal to 0 0, that is -5 -2 -5 -2 അല്ലേ. ദാറ്റ് ഈസ് ഒരേ ഇക്വേഷൻ ആണ്, x1 x2 equal to 0 0. therefore നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇക്വേഷൻ ആണ്, ലാസ്റ്റ് റോ എന്തായിരിക്കും 0 ആയിട്ട് പോകും. therefore -5x1 plus -2x2 equal to 0. that implies x1 അല്ലെങ്കിൽ 5x1 equal to -5x1 അല്ലെങ്കിൽ 5x1 equal to -2x2 എന്ന് എഴുതാം. നമുക്ക് കിട്ടില്ല അല്ലെ, ഇതിന്റെ സൊല്യൂഷൻ കിട്ടില്ല, കാരണം ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. എക്സിന് എന്തെങ്കിലും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ therefore എക്സിന് ആർബിറ്ററി ഏതെങ്കിലും ഒരു നോൺ സീറോ വാല്യൂസ് നമ്മൾ കൊടുക്കും. ദാറ്റ് ഈസ് x2 ഈക്വൽ ടു ഞാൻ a എന്ന് കൊടുത്തു. കറസ്പോണ്ടിങ് x1 എന്തായിരിക്കും, x1 ഈക്വൽ ടു -2/5 ഇൻറ്റു x2 എന്താണ് a, therefore a എന്ന് കൊടുക്കും. ഇപ്പൊ x1 നമുക്ക് കിട്ടിയില്ലേ, x1 ഈക്വൽ ടു -2/5a. therefore ഇതൊന്നും അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. therefore ഇവിടെ x1 x2 നമുക്ക് എങ്ങനെ എഴുതാം, this equal to a പുറത്ത് എഴുതാം അല്ലെ, -2/5 നെക്സ്റ്റ് ഇവിടെ 1. അപ്പൊ ഇതാണ് ഐഗൻ വെക്ടർ. ഇതിന്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലും, എന്ത് നോൺ സീറോ എൻട്രി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ ഐഗൻ വെക്ടർ. കാരണം ഐഗൻ വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നോൺ സീറോ ആയിട്ടുള്ള ഏത് നമ്പർ ഒരു ഐഗൻ വെക്ടറിന്റെ കൂടെ ഇൻറ്റു ചെയ്ത് ഐഗൻ വെക്ടർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ a കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത്. therefore നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 കൊണ്ട് വേണമെങ്കിൽ ഇൻറ്റു ചെയ്യാം. 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും, -2 നെക്സ്റ്റ് -2 മുകളിൽ -2 കിട്ടും, താഴ്ന്ന് കിട്ടും 5 എന്ന് കിട്ടും അല്ലേ. therefore ഇതും ഒരു ഐഗൻ വെക്ടർ. ദാറ്റ് ഈസ് നമ്മുടെ 2 ഇവിടെ എനിക്ക് കിട്ടിയുള്ളത് -2 5 ആണ്. ഒരു -5 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -1 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലോ ദാറ്റ് ഈസ് 2 ആൻഡ് -5 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ 1 1 എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇത് ചെയ്യാത്ത നമുക്കറിയാം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻ തെറ്റാണ്. ഐഗൻ വാല്യൂ ഏറ്റവും ഹയസ്റ്റ് ഐഗൻ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ആണ്. ഇനി ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പറയാം അല്ലെ, കാരണം നമ്മൾ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x1 x2 a എന്ന ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഴുതുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത്, ദാറ്റ് ഈസ് 1 1 ഇതിന്റെ ഐഗൻ വെക്ടർ അല്ല അല്ലെ. therefore ഓപ്ഷൻ ഡി ആണ്. എത്ര ടൈം വേണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ. നമ്മൾ പഠിച്ചൊക്കെ 3x3 മെട്രിക്സും അതിന് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും. അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2x2 മെട്രിക്സ്, 2 ഐഗൻ വാല്യൂ ഉള്ളൂ അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൻ വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ഒരു ഐഗൻ വെക്ടർ ആണ് ക്വസ്റ്റ്യൻ വന്നത്. എത്ര ടൈം വേണം നമുക്ക്, നിങ്ങൾ ചിന്തിക്കുക എത്ര ടൈം വേണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കല്ല, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പോകണം. പ്രാക്ടീസ് ചെയ്ത് ടൈം അത്രയും മിനിമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റണം. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ വീണ്ടും സെയിം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഐഗൻ വാല്യൂസ് നമുക്ക് തന്നിട്ട്, എന്തിനാണ് ഒരു ഐഗൻ വാല്യൂ തന്നിട്ടുള്ളത്? അപ്പൊ ഒരു ഐഗൻ വാല്യൂസും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഈസ് ഇവിടെ ഒരു 3x3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ എന്നിട്ട് ക്വസ്റ്റ്യൻ ഐഗൻ വാല്യൂസ് ഓഫ് a - 5i.
ഒരു എ എന്ന മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എ സ്ക്വയർ പ്ലസ് 3a ആണെങ്കിൽ നമുക്കറിയാം. എ സ്ക്വയർ മൈനസ് 5i ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം. കാരണം ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആ. 5 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 5 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ആ. പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് അറിയാമെങ്കിൽ സം 3a അല്ലെങ്കിൽ 5a അല്ലെങ്കിൽ എ സ്ക്വയർ അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 6 ഒരു ഐഗൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്തിനാണ് തന്നിട്ടുള്ളത് നമ്മൾ ഇപ്പൊ ഹൈഡ് ചെയ്യാം. നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 3/3 മെട്രിക്സ്, അതിന്റെ ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എ മൈനസ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഐഗൻ വാല്യൂസ്, അതിനെല്ലാം 5 മൈനസ് ചെയ്താൽ മതി അല്ലെ. 5 ഇൻറ്റു ഐ ആണ്, അപ്പൊ 5 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എയുടെ ഐഗൻ വാല്യൂസ് എന്താണോ, നമുക്ക് 3 ഐഗൻ വാല്യൂസ് കിട്ടും ഒരു പക്ഷേ അല്ലെ. λ1, λ2, λ3 ഈ 3 ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാല് അതിനെല്ലാം 5, കാരണം എ മൈനസ് 5i ആണ്. അപ്പൊ ഇതിനെല്ലാം എന്ത് ചെയ്താൽ മതി? ഒരു 5 മൈനസ് ചെയ്താൽ മതി. അതാണ് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസ്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യും? നമ്മൾ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യും? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതും അല്ലെ. എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ദാറ്റ് ഈസ് λ³ മൈനസ് ട്രേസ്. എത്രയാണ് ഇതിന്റെ ട്രേസ് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 3 3 3 5 അല്ലെ. ദാറ്റ് ഈസ് 6 പ്ലസ് 5 ദാറ്റ് ഈസ് 11 എന്ന് കിട്ടും. 11 λ². നെക്സ്റ്റ് പ്ലസ്, ഇനി എന്താണ് നമ്മൾ ഓരോ മൈനർ 3 എടുത്തു അല്ലെ. ഡയഗണൽ എലമെന്റ്സിന്റെ മൈനറിന്റെ സമ്മ് ദാറ്റ് ഈസ് 3 എടുത്ത് 3 നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്തു. ബാക്കി കിട്ടുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ദാറ്റ് ഈസ് 14 അല്ലെ. 15 മൈനസ് 1 14 എന്ന് കിട്ടും. therefore 14 പ്ലസ് അടുത്ത ഡയഗണൽ എലമെന്റ്സ് 5 നിൽക്കുന്ന കോളം റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 9 മൈനസ് 1 ദാറ്റ് ഈസ് 8 എന്ന് കിട്ടും അല്ലെ. അടുത്ത നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് അത് നിൽക്കുന്ന കോളം റോ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നമുക്ക് എത്രയാണ് കിട്ടുന്നത്? വീണ്ടും നമുക്ക് 14 എന്ന് കിട്ടും അല്ലെ. 14 അല്ലെ. ദാറ്റ് ഈസ് ഇൻറ്റു ലാംഡ. നെക്സ്റ്റ് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അല്ലെ. ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടെ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. കാരണം എല്ലാം 1 ആണ് അല്ലെ. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം 1 ആണ്. 1 മൈനസ് 1 ആണ്. എന്നാണ് ഡിറ്റർമിനന്റ് കിട്ടുന്നത്? നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് 36 എന്ന് കിട്ടും അല്ലെ. ഈക്വൽ ടു 0. ദാറ്റ് ഈസ് λ³ മൈനസ് 11 λ². ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? ദാറ്റ് ഈസ് 36 കിട്ടും അല്ലെ. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 പ്ലസ് 8 ദാറ്റ് ഈസ് 36 λ മൈനസ് 36 ഈക്വൽ ടു 0. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. കാൽക്കുലേറ്റർ നമ്മുടെ അടുത്തില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആ ഒരു റൂട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. therefore ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 മൈനസ് 11 36 മൈനസ് 36 ഇത് കിട്ടിയിട്ടുള്ള റൂട്ട് നമ്മൾ ഇവിടെ എഴുതും അല്ലെ. ദാറ്റ് ഈസ് 0. ഇനി നമ്മൾ 1 ഇവിടെ 6 നെക്സ്റ്റ് again മൈനസ് 5 ദാറ്റ് ഈസ് 30 നെക്സ്റ്റ് 6 ദാറ്റ് ഈസ് 36 ഇവിടെ 0 കിട്ടി. ഇവിടെ 0 കിട്ടിയില്ല, നമ്മൾ ചെയ്ത തെറ്റാ അല്ലേ. നമ്മൾ എപ്പോഴും ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. therefore നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് λ² മൈനസ് 5 λ പ്ലസ് 6 ഈക്വൽ ടു 0 അല്ലേ. എന്താണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസ്? നമുക്ക് പെട്ടെന്ന് ഇതിനെ മാറ്റിയതാണ് അല്ലേ. ദാറ്റ് ഈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടണം, ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും λ മൈനസ് 2 ഇൻറ്റു നെക്സ്റ്റ് λ മൈനസ് 3 അല്ലേ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയുള്ള ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് 6 ആൾറെഡി തന്നിട്ടുണ്ട്, രണ്ടാമത്തെ 2, നെക്സ്റ്റ് മൂന്നാമത്തെ 3. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് എ മൈനസ് 5യുടെ ഐഗൻ വാല്യൂ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇതിനെല്ലാം 5 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ 6 മൈനസ് 5 മൈനസ് 1, 2 മൈനസ് 5 ദാറ്റ് ഈസ് മൈനസ് 3, 3 മൈനസ് 5 ദാറ്റ് ഈസ് മൈനസ് 2 എന്ന് കിട്ടും അല്ലേ. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലീനിയർ ആൾജിബ്രയിൽ വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചതും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ള റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലീനിയർ ആൾജിബ്രയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസും അതുപോലെ തന്നെ തന്നിട്ടുള്ള മെറ്റീരിയൽ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, therefore
ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അഥവാ പോളിടെക്നിക്കിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ATSൽ വന്നിട്ടുള്ളതും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. a-2i അല്ലെങ്കിൽ a² - 3i ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. therefore ആൻസർ ഏതാണ്? -1. അതുപോലെ തന്നെ ഓക്കെ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ 6 - 5 ആണ് അല്ലേ? 6 - that is 1. ഓക്കെ, that is 1 - 2, that is ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ലീനിയർ ആൾജിബ്രയിൽ നിന്ന് ഡയറക്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ള രീതിയും അതുപോലെ തന്നെ മെത്തേഡും നിങ്ങൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് താരതമ്യപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഐഗൻ വാല്യൂ ഓഫ് ദ ഐഗൻ വെക്ടർ ഓഫ് 3x3 മെട്രിക്സ് എ കറസ്പോണ്ടിങ് ടു ഐഗൻ വാല്യൂസ്. നേരെ കോൺവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലെ? ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്, വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് തന്നിട്ടില്ല. എപ്പോഴും നമുക്ക് ഒരു മെട്രിക്സ് തരും, അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സ് ആണ് നമുക്ക് ചോദിക്കാറ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് മെട്രിക്സ് ഏതാണ് എന്നാണ്. എന്നാൽ നമുക്ക് ഒരുപാട് റിസൾട്ട് നമുക്കറിയാം. ഒരു മെട്രിക്സും കുറച്ച് ഐഗൻ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഈ ഐഗൻ വാല്യൂസ് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ മെട്രിക്സിന്റെ ട്രേസ് ആയിരിക്കും അല്ലെ? എന്താണ് ഇതിന്റെ ട്രേസ്? ദാറ്റ് ഈസ് ഈ ഐഗൻ വാല്യൂസ് വരുന്ന മെട്രിക്സിന്റെ ട്രേസ് എന്തായിരിക്കും? നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും 5 ആണ് അല്ലെ? കാരണം ഐഗൻ വാല്യൂസിന്റെ സമ്മ് ഇവിടെ 5 ആണ് വരുന്നത്. therefore ഇവിടെ ട്രേസ് എന്തായിരിക്കണം? ട്രേസ് ഓഫ് a = 5 ആയിരിക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെ? നമുക്ക് പെട്ടെന്ന് ഏത് ഒഴിവാക്കാം? ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം ഈ മെട്രിക്സിന്റെ ട്രേസ് 1 ആണ്. അപ്പൊ ഇത് ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഡെഫിനിഷൻസും റിസൾട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? ബാക്കി 3 ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് 1 × 1 × 3 ദാറ്റ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് a = 3 ആയേ പറ്റൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെട്രിക്സ് 0ഉം 1ഉം 2ഉം പ്രത്യേകിച്ച് വലിയ നമ്പേഴ്സ് ഒന്നുമില്ല. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നിന്റെയും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയായിരിക്കും? ഒന്നാമത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, മൂന്നാമത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഒന്നാമത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ? വളരെ പെട്ടെന്ന് നമുക്ക് സൈഡിൽ ചെയ്യാം. ദാറ്റ് ഈസ് 2 1 1 1 2 1 0 0 1. ദാറ്റ് ഈസ് 2 1 0 1 2 0. ദാറ്റ് ഈസ് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 എന്ന് കിട്ടും. ബാക്കി രണ്ടും 0 ആണ്. ഇതും എന്താണ്? ഇതെല്ലാം 0 ആണ്. 4 - 1 ദാറ്റ് ഈസ് 3. നമുക്ക് ഒറ്റയടിക്ക് ഇത് ഒഴിവാക്കാം, പിന്നീട് ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് 3 കിട്ടിയേ പറ്റൂ. ഓക്കെ, ഇനി 2 ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് വളരെ ഓപ്ഷൻ ചുരുങ്ങി. ഇനി ചെക്ക് ചെയ്യാത്തന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ഉപയോഗിക്കാം. ഇനി എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിറ്റർമിനന്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷന് 2 0 1 1 2 1 0 0 1. നെക്സ്റ്റ് 2 1 0 0 2 0. ദാറ്റ് ഈസ് ഇവിടെ 4 എന്ന് കിട്ടും. ഇത് 0 ആണ്. നെക്സ്റ്റ് ഓക്കെ, ദാറ്റ് ഈസ് 4. നെക്സ്റ്റ് ഇവിടെ ഇതെല്ലാം 0 ആണ് അല്ലേ? 4 എന്ന് കിട്ടും. therefore ഇത് നമുക്ക് ഒഴിവാക്കാം. എന്ത് കിട്ടണം? ഡിറ്റർമിനന്റ് 3 കിട്ടിയേ പറ്റും. എത്ര ടൈം വേണം ഇത് ചെയ്യാൻ? എത്ര ടൈം വേണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എത്ര ടൈം വേണം? 1 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ അധികം നമുക്ക് 0s ആണ്. എന്നാലും നമുക്ക് മൂന്നാമത്തെ ലാസ്റ്റ് മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 2 1 0 1 2 0 0 0 1 2 1 0 1 2 0 അല്ലേ? ദാറ്റ് ഈസ് 4. ഇത് 0 ആണ്. ഓക്കെ, 4. നെക്സ്റ്റ് ഇത് ദാറ്റ് ഈസ് 3. ദാറ്റ് ഈസ് ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇവിടെയും
ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഇവിടെ ഈ ഒരു ഓപ്ഷൻ 2 1 1 1 2 1 0 0 1 2 1 0. ഓക്കെ, ഇവിടെ ഡിറ്റർമിൻ 3 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ശരിയാണ്, ഇവിടെ 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 ഓപ്ഷൻ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിയും സിയും നമുക്ക് തെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടി നമുക്ക് 3 അല്ലെങ്കിലോ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ ഉപയോഗിക്കാം. എന്താണ് ഐഗൻ വാല്യൂ, അതുപോലെ തന്നെ എന്താണ് ഐഗൻ വെക്ടർ. എന്താണ് ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടർ? എ എന്ന മെട്രിക്സ് അതിന്റെ ഐഗൻ വാല്യൂ എക്സ്, ഐഗൻ വെക്ടർ എക്സ് എന്നും ഐഗൻ വാല്യൂ ലാംഡ എന്നും പറയണമെങ്കിൽ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് ഇനി 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ. നമുക്ക് കൂടുതൽ റിസൾട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ഐഗൻ വാല്യൂ 1 ആണ് അല്ലേ, അതിന്റെ കറസ്പോണ്ട് ഐഗൻ വെക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ മെട്രിക്സ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ലാംഡ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്നുണ്ട് ചെക്ക് ചെയ്താൽ മതി അല്ലേ, പെട്ടെന്ന്. കാരണം കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ് അല്ലെ, ഒരു സൈഡ് മാത്രം ഇൻറ്റു ചെയ്താൽ മതി. എന്താണ് എ, ഒന്നാമത്തെ മെട്രിക്സിന് എടുക്കാൻ പോവാണ്. 2 1 1 1 2 1 നെക്സ്റ്റ് 0 0 1 ഇൻറ്റു നെക്സ്റ്റ് ഒന്നാമത്തെ 1 0 -1. ഇത് എന്തിന്റെ കറസ്പോണ്ട് ഐഗൻ വാല്യൂ ആണ്, ഐഗൻ വെക്ടർ ആണ്, 1 ആണ് അല്ലെ. 1 ഇൻറ്റു ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1 ഇൻറ്റു അഗെയിൻ സെയിം ഐഗൻ വെക്ടർ 1 0 -1. അപ്പൊ ഇത് കിട്ടണം അല്ലെ, ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടണം എന്നാൽ നമുക്ക് പറയാൻ പറ്റും എ എന്ന മെട്രിക്സ് ഐഗൻ വാല്യൂസ് 1 ആണ്, കറസ്പോണ്ട് ഐഗൻ വെക്ടർ ഇതാണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് നോക്ക്. ദാറ്റ് ഈസ് 2. ഇത് കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 നെക്സ്റ്റ് 1 ഇൻറ്റു 0 നെക്സ്റ്റ് 1 ഇൻറ്റു -1 2 -1 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അടുത്ത് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0 നെക്സ്റ്റ് ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും അല്ലേ. നെക്സ്റ്റ് 0 ഇൻറ്റു നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറെ ടൈം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരുപാട് ടൈം പോകുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതന്നെ കിട്ടി അല്ലെ, ഇതന്നെ കിട്ടി. ഇനി അടുത്ത വെക്ടറും ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത വെക്ടർ എന്താണ്, അടുത്ത വെക്ടർ ദാറ്റ് ഈസ് 1 തന്നെയാണ് അല്ലെ. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 1 -1 ദിസ് ഈക്വൽ ടു 1 ഇൻറ്റു 0 1 -1 ഇതുകൊണ്ട് ഇൻറ്റു ചെയ്ത് ഇത് കിട്ടുണ്ടോ ചെക്ക് ചെയ്താൽ മതി. ഇത് ശരിയാണെങ്കിൽ അതാണ് കറസ്പോണ്ടിങ് മെട്രിക്സ്. ഇത് ശരിയല്ലെങ്കിലോ ലാസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. ഒന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി, നമ്മൾ രണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലെ. ദാറ്റ് ഈക്വൽ ടു 2 നെക്സ്റ്റ് ഓക്കെ സോറി 2 ദാറ്റ് ഈസ് 1 ആൻഡ് ദാറ്റ് ഈസ് 0 നെക്സ്റ്റ് 1 ഇൻറ്റു 0 2 ഇൻറ്റു 1 1 ഇൻറ്റു -1 അല്ലേ. ഓക്കെ, എന്ത് കിട്ടും, ദാറ്റ് ഈസ് 1 നെക്സ്റ്റ് അടുത്ത് -1. അപ്പൊ എന്താണ്, ഇതും കറക്റ്റ് ആണ് അല്ലെ, ഇവിടെ ശരിയാണ്, ഇതിന് കറസ്പോണ്ടിങ് സെയിം വെക്ടർ കിട്ടി. നെക്സ്റ്റ് അടുത്തത് നമുക്ക് അടുത്തൊന്നും കൂടി ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് 3 ആണ് അല്ലെ. 3 കറസ്പോണ്ട് ആയിരിക്കുന്ന വെക്ടർ ഏതാ, 1 1 0 നെക്സ്റ്റ് 3 ഇൻറ്റു ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 1 0 ഇത് ശരിയാവണം. ഓക്കെ, എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് 2 നെക്സ്റ്റ് 2 നെക്സ്റ്റ് 1 നെക്സ്റ്റ് 0 അല്ലെ. ദാറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് 3 എന്ന് കിട്ടും. അടുത്തത് 1 പ്ലസ് ദാറ്റ് ഈസ് അഗെയിൻ 3 എന്ന് കിട്ടും. നെക്സ്റ്റ് 0 ഇൻറ്റു 0 0 ഇൻറ്റു 1 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും അല്ലെ. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ കിട്ടുന്നത്. Therefore ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് ആൻസർ. കാരണം നമുക്കറിയാം ഒറ്റ ആൻസറേ ഉള്ളൂ അല്ലെ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ അല്ലെ. ഇത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് കിട്ടും. കാരണം ഒറ്റ ആൻസർ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് ടൈം സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദാറ്റ് ഈസ് 1 നെക്സ്റ്റ് 2 നെക്സ്റ്റ് 3 നെക്സ്റ്റ് 4 5 6 7 ആൻഡ് 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. എത്ര ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, സത്യസന്ധമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അതുപോലെ തന്നെ റിപ്പീറ്റ് ക്ലാസ്സും നമ്മൾ പഠിപ്പിച്ച റിസൾട്ടും വെച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ഒന്നെങ്കിൽ ഈസി മോഡറേറ്റ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആയിട്ട് ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് വന്നിട്ടേ ഇല്ല. ലീനിയർ ഓൾജിബ്ര ഡിഫിക്കൽട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം വേണമെങ്കിൽ മാത്രം, കാരണം നമുക്ക് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം, ഡയറക്റ്റ് ആയിട്ട് ഡെഫിനേഷൻ ഉപയോഗിക്കാം.
ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടറും കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും തമ്മിൽ എന്നിട്ട് മെട്രിക്സ് ഏതാ ചോദിച്ചു. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ലീനിയർ ആൾജിബ്രയിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരു ആവറേജ് ബിലോ ആവറേജ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും, സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക്. എന്നാലും നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഈ ട്രിക്സ്. നമുക്ക് ഒരു എക്സാം നിങ്ങൾ ഫേസ് ചെയ്ത് അത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് കാൽക്കുലസിൽ വന്നിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് 1 മിനിറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇവിടെ ലിമിറ്റ് ടി ഗോസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ടേം കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, എൽ ഹോസ്പിറ്റൽ ഉപയോഗിക്കും. വീണ്ടും ആ ഫോം വരികയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇത് എപ്പോഴാണ് ഈ ഫോമിൽ നിന്ന് പോകുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അല്ലെ, നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ഗോസ് ടു 0. എല്ലാവർക്കും അറിയുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. സെയിം ആണ് അല്ലെ, ദാറ്റ് ഈസ് ഇ റേസ് ടു ടി പ്ലസ് 2t ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ടി മൈനസ് 1. വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് വരുന്നത് അല്ലെ. ഇ റേസ് ടു ടി ടി ഗോസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അതിന്റെ കൂടെ എന്ത് കൂട്ടി കഴിഞ്ഞാലോ കുറച്ച് കഴിഞ്ഞാലോ ഇൻഫിനിറ്റി തന്നെ. ഇപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻഫിനിറ്റി ആണ് വരുന്നത് അല്ലെ. therefore നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇ റേസ് ടു ടി പ്ലസ് 2 ഡിവൈഡ് ബൈ ഇ റേസ് ടു ടി എന്ന് കിട്ടും അല്ലെ. വീണ്ടും ലിമിറ്റ് ടി ഗോസ് ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് എന്ത് കിട്ടും, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം തന്നെ, മാറിയിട്ടൊന്നുമില്ല. വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യും, എന്ത് കിട്ടും, ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ഇ റേസ് ടു ടി ലിമിറ്റ് ടി ഗോസ് ടു 0. ഇതെന്താ, സെയിം ഫംഗ്ഷൻ അല്ലെ. അതിനാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താ ഉള്ളത്, 1 ആ വരുന്നത് അല്ലെ. കോൺസ്റ്റന്റ് ലിമിറ്റ് എന്താണ്, കോൺസ്റ്റന്റ് തന്നെയാണ് അല്ലെ. എല്ലാവരും, എനിക്ക് തോന്നുന്നത് എല്ലാവരും ശരിയായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ ടൈം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാല് ഒരു കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് ഡയറക്ടറിന് ഒരു ഗ്രാഫ് തന്നിട്ട് അതിലുള്ള ലിമിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ആ കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ലെഫ്റ്റ് ലിമിറ്റ്, എന്താണ് റൈറ്റ് ലിമിറ്റ്, എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക, ഈ കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. എപ്പോഴും കൺസെപ്റ്റും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും. ഇനി തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഇത് വേണമെങ്കിൽ കുറച്ച് ടൈം എടുക്കാന്ന് പറയും. കാരണം ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ പറയാം, ഇവിടെ 3 ക്വസ്റ്റ്യൻ ചോദിച്ച പോലെയാണ്. കാരണം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് A1 2 3 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ 3ന്റെയും ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് ടി ഗോസ് ടു 0 എഫ് ഓഫ് ടി എന്താണ്. എപ്പോഴെങ്കിലും ലിമിറ്റ് ഒരു പോയിന്റ് ലിമിറ്റ് പറയുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം അല്ലെ. അത് ഈക്വൽ ആണെങ്കിലാണ്, അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ആണെങ്കിലാണ് നമ്മുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് വരക്കാൻ പോവാണ്. ഞാൻ ഏതൊക്കെ പോയിന്റിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ടി ലെസ് ദാൻ 0 ഞാൻ 0 മാർക്ക് ചെയ്തു. ഓക്കെ, 0യുടെ താഴേക്ക് എല്ലാം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ, ടി മൈനസ് 2 എന്നാണ് അല്ലെ. 0യുടെ താഴേക്കുള്ള എല്ലാ ഭാഗത്തും ടി മൈനസ് 2 എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ടി മൈനസ് 2. ഇനി അടുത്തത് 1 വരെയാണ് അല്ലെ. 1 വരെ 0യുടെയും 1ന്റെയും ഇടയിൽ ടി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടി മൈനസ് 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ടി സ്ക്വയർ ആണ് 0യുടെയും 1ന്റെയും ഇടയിൽ. ഇനി 2നേക്കാൾ കൂടുതലാണെങ്കിലാണ് പിന്നെ ഫംഗ്ഷൻ വരുന്നത് അല്ലെ. ഇപ്പൊ 2നേക്കാൾ കൂടുതലാണെങ്കിലാണ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഇവിടെ എത്രയാണ്, ദാറ്റ് ഈസ് 2t. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ടിയില 0ലാണ് അല്ലെ. അപ്പൊ 0 ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അല്ലെ. ഇവിടെ എന്താണ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0യുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഫംഗ്ഷൻ ടി മൈനസ് 2 ആണ്.
ഇപ്പൊ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് t goes to 0 മൈനസ് എഫ് ഓഫ് ടി. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0ക്ക് ടിക്ക് 0 എടുത്തു കഴിഞ്ഞാൽ -2 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിലോ ലിമിറ്റ് t goes to 0 എഫ് ഓഫ് ടി 0 പ്ലസ് ടിക്ക് 0 എടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. ആ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അതുകൊണ്ട് ഒന്നാമത്തെ അറ്റ് 0യിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി കൂടുതൽ ചെയ്യണം. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ മാത്രമേ ദാറ്റ് ഈസ് ലിമിറ്റ് t goes to 0 എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. അപ്പൊ ബാക്കിയെല്ലാം തെറ്റാണ് അല്ലേ? ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പൊ എത്ര ടൈം വേണം ഇത് ചെയ്യാൻ? എത്ര ടൈം വേണം? ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത് എന്തായിരുന്നു? t goes to 1 1ലാണെങ്കിൽ, ഇവിടെ 1ലാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലെഫ്റ്റ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. റൈറ്റിൽ നമ്മൾ ഫംഗ്ഷൻ തന്നിട്ടില്ല. ഇപ്പൊ ഒരു ഫംഗ്ഷന് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരികയാണെങ്കിൽ ഏത് ഫംഗ്ഷനോ ഏത് പോയിന്റോ അവിടെ മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഇപ്പൊ t goes to 1 ലിമിറ്റ് t goes to 1 എഫ് ഓഫ് ടി ദാറ്റ് ഈസ് ഈ ഫംഗ്ഷൻ t സ്ക്വയറിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 അല്ലേ? ശരിയല്ലേ? ഇവിടെ 1 ആണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് റൈറ്റിൽ അല്ലേ? ദാറ്റ് ഈസ് ലിമിറ്റ് t goes to 2 എഫ് ഓഫ് ടി 2ല് റൈറ്റിൽ മാത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് ഇവിടെ 2t സ്ഥാനത്ത് 2 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 into t ദാറ്റ് ഈസ് 4. എത്ര ടൈം വേണം ഇതിന്? നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോഴേ ആൻസർ കിട്ടി. ഒന്ന് വെരിഫൈ ചെയ്തതാണ്. കാരണം ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് നമുക്ക് 1 മിനിറ്റിന്റെ അകത്ത് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് വെച്ച് പറയാം എത്രത്തോളം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു, എത്ര ഈസി ആണോ അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നാമത്തേത്, ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം അല്ലേ? തന്നിട്ടുള്ള ഒരു ഓപ്ഷൻ തെറ്റാണ്. തെറ്റായിട്ടുള്ള ഇന്റർവെൽ നമ്മൾ എപ്പോഴും ഇന്റർവെൽ എഴുതുമ്പോൾ ചെറിയ നമ്പർ പിന്നെ വലിയ നമ്പർ അങ്ങനെ രീതിയിൽ സി ഓപ്ഷൻ തന്നെ തെറ്റാണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് 3 ഓപ്ഷനേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇന്റർവെൽ ഇൻ വിച്ച് g of 1 lies. g of 1ന്റെ വാല്യൂ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. g of 1ന്റെ വാല്യൂ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് തന്നിട്ടുള്ളത്? g dash of t നമുക്ക് തന്നിട്ടുണ്ട്. g dash of t that is g dash of t equal to 1 minus 3t square. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം നമുക്ക് അല്ലേ? സോൾവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that is g dash of t equal to 1 divided by 3 minus t square. ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടും g of t equal to ഇന്റഗ്രൽ 1 minus 3t square നെക്സ്റ്റ് dt പ്ലസ് സം കോൺസ്റ്റന്റ് c എന്ന് കിട്ടും ഇല്ലേ? ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ g of t കിട്ടിക്കഴിഞ്ഞാൽ g of 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ g of 1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, therefore നമുക്ക് ഇവിടെ ഇത് എത്രയാണ്? ഈ ഇന്റഗ്രൽ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം അല്ലേ? ഇതിന് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം കൺസ്യൂം ചെയ്തു, കാരണം കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ? ഇത് 1 divided by 3 minus t സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 divided by √3 plus t into √3 minus t ഇങ്ങനെ എഴുതാം അല്ലേ? നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഇതിനെ നമുക്ക് a divided by next 1 plus t √3 plus t next plus b divided by √3 minus t. Therefore നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ a 1 divided by √3 plus t into √3 minus t is equal to a divided by √3 plus t next plus b divided by √3 minus t. എക്സാമിന് കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതണമെന്നില്ല അല്ലേ? നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുക്കി നമുക്ക് സ്റ്റെപ്പ് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് എല്ലാ സ്റ്റെപ്പും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്.
Therefore, partial fraction throughout denominator കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. എന്ത് കിട്ടും? 1 ഈക്വൽ ടു a into root 3 minus 2 minus t plus b into root 3 plus t. Okay. Therefore, t ക്ക് നമുക്ക് എന്ത് ചെയ്യാം? t ഈക്വൽ ടു റൂട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ t ഈക്വൽ ടു റൂട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് 2 റൂട്ട് 3. ഓക്കെ, റൂട്ട് 3 പ്ലസ് റൂട്ട് 3 ദാറ്റ് ഈസ് 2 റൂട്ട് 3 b എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് b ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 3 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് എയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ടി ഈക്വൽ ടു മൈനസ് റൂട്ട് 3 കൊടുത്താൽ മതി. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? മൈനസ്, ഓക്കെ, 2 റൂട്ട് 3. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ദാറ്റ് ഈസ് ടി റൂട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ടി റൂട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട്, ശരിയാണ്. ടി ഈക്വൽ ടു മൈനസ് റൂട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 റൂട്ട് 3b. ടി ഈക്വൽ ടു, ഓക്കെ, മൈനസ് ഈക്വൽ ടു 1 ഈക്വൽ ടു, ഓക്കെ, 1 ഈക്വൽ ടു a ഇൻറ്റു റൂട്ട് 3 നെക്സ്റ്റ് മൈനസ് മൈനസ് റൂട്ട് 3 അല്ലേ? വീണ്ടും നമുക്ക് കിട്ടുന്നത് 2 റൂട്ട് 3. അതെനിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആണ്. ദാറ്റ് ഈക്വൽ ടു a ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 3 എന്ന് കിട്ടി അല്ലേ? Therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന പാർട്ടേ ഉള്ളൂ. Therefore this equal to നമുക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് ടി സ്ക്വയർ ഇന്റഗ്രൽ dt. ഇത് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 3 നെക്സ്റ്റ് ഇൻറ്റു റൂട്ട് 3 പ്ലസ് ടി നെക്സ്റ്റ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 3 മൈനസ് ടി. ഓക്കെ, therefore നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. therefore 1/2 റൂട്ട് 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 3. ബാക്കി നമുക്ക് കിട്ടുന്നത് ലോഗ് റൂട്ട് 3 പ്ലസ് ടി നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് ലോഗ് റൂട്ട് 3 മൈനസ് ടി എന്ന്. ഓക്കെ, therefore എന്താണ് ലോഗ് എ ബി? ലോഗ് എ ബി അല്ലേ? ദാറ്റ് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി ആണ് അല്ലേ? ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 3 നെക്സ്റ്റ് ലോഗ് 3 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? സിമ്പിൾ ഫോമിലേക്ക് മാറി. പ്ലസ് നെക്സ്റ്റ് ഒരു സി ഉണ്ടായിരുന്നു അല്ലേ? Therefore ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ടേമും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്? g of 0 ഈക്വൽ ടു 1. Therefore നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് g of 0 ഈക്വൽ ടു 1. ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് 1/2 റൂട്ട് 3 ലോഗ് 3 മൈ പ്ലസ് 0 ലോഗ് 3 പ്ലസ് സി ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.